ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, മക്കളുടെ മൃതദേഹങ്ങളിൽ കെട്ടിപ്പിടിച്ചു കരയുന്ന മാതാപിതാക്കന്മാരുടെ ചിത്രങ്ങൾ നമുക്ക് ഇന്ന് സുപരിചിതങ്ങളാണ്. പത്രങ്ങളിൽ, ടെലിവിഷൻ സ്ക്രീനുകളിലൊക്കെയും നാം അത് കാണുന്നുണ്ട്. മക്കൾ മൃഗീയമായി കൊല്ലപ്പെടുന്ന അവസ്ഥ നാം നിത്യം കേൾക്കുന്ന വാർത്തയാണ്. മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് തങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ വിട്ടിട്ട് ആരോടും പറയാതെ ഒളിച്ചോടി പോകുന്ന സാഹചര്യങ്ങളും സർവ്വസാധാരണമാണ്. ഇത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേതല്ല, ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തീർന്നിരിക്കുന്നു. മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന മാതാപിതാക്കന്മാരാണ് എന്നുള്ളത്. അവർക്ക് സമുന്നതമായ വിദ്യാഭ്യാസം നൽകുവാൻ വളരെ ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കുന്നവരാണ്. തങ്ങളുടെ ജീവിതം മുഴുവൻ ഹോമിച്ച് തങ്ങൾക്കുള്ള വരുമാനം മുഴുവൻ സ്വരൂപിച്ച് മക്കളെ പഠിപ്പിക്കുവാനും മക്കൾക്ക് വേണ്ടതെല്ലാം നൽകുവാനും തക്കവണ്ണം പരിശ്രമിക്കുന്ന മാതാപിതാക്കന്മാരെയാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നത്. അതിന് മതത്തിൻ്റെ വേർതിരിവുകളൊന്നുമില്ല. എല്ലാ മാതാപിതാക്കന്മാരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. വളരെയധികം പണം ചെലവഴിച്ച് വളരെയധികം ത്യാഗങ്ങൾ സഹിച്ച് ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ മക്കളെ പരിശീലിപ്പിച്ച് അപ്രകാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയും ആക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവിടെ വെച്ച് മക്കൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ടുള്ള ധാരണ സംഭവങ്ങൾ നാം കേൾക്കുന്നുണ്ട്. ജീവിതത്തിലെ പ്രതീക്ഷകളെല്ലാം ഉടഞ്ഞു പോകുന്ന അത്തരം സാഹചര്യങ്ങളിലൊക്കെയും കാരണം എന്താണ്? മക്കളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതകാലം മുഴുവൻ ഹോമിച്ചുകൊണ്ട് മക്കളെ വളർത്തിയിട്ട് അവസാനം ശിഷ്ടമുള്ള ജീവിതകാലം കണ്ണുനീരിലും വ്യഥയിലും വേദനയിലും ആയിപ്പോകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടേതായിട്ടുള്ള ജീവിത വീക്ഷണത്തിന് വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ ജീവിതയാത്രയുടെ അവസാനത്തിൽ കാണുവാൻ കഴിയുകയുള്ളൂ. മക്കളെ വളർത്തുന്നത് ദൈവഭയത്തിലും ദൈവകൃപയിലും ആകുമ്പോഴാണ് ആ മക്കൾ മാതാപിതാക്കന്മാർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നത്. 2 ശമൂവേൽ 18-ാം അധ്യായം 33-ാം വാക്യത്തിൽ നാം ഇപ്രകാരം ഒരു മനുഷ്യൻ്റെ നിലവിളി കേൾക്കുന്നുണ്ട്: എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ, നിനക്ക് പകരം ഞാൻ മരിച്ചാൽ കൊള്ളാമായിരുന്നു. ടുഡേ വി ഫൈൻഡ് children are brutally murdered. We find the photographs of people crying and lamenting over their children's dead bodies. We hear the news that the children are running away from their parents in their own ways. The parents struggle, they starve, they spend all their fortune to educate their children, to make them big in society, to enable them, to train them up for a good livelihood. But what we find is that many of them are going astray. When they are sent for education, they find new means, they fall into despair, and we find some committing suicide of poor parents, you see, with great expectations. They send their children for higher education. I heard a story of a father and mother. Both of them were dumb and deaf, and with great difficulty they sent their child for higher education, only to hear one day that their only child had committed suicide. So we find that the younger generation is going astray. Our children, who should be our source of joy in our old age, become a source of sorrow in our lives. We find in the Bible in 2 Samuel chapter 18 verse 33, a father lamenting over the death of his son. And he says, it would have been nice if I had to die for you. My son Absalom, my son Absalom.
It is none other than David. എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ, നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. എന്താണ് അതിൻ്റെ കാരണം? ദാവീദ് ദൈവഭക്തനായിരുന്നു. ദൈവത്തോടൊപ്പം ദൈവത്തിൻ്റെ മനസ്സ് പ്രാപിച്ച് മുന്നോട്ട് പോകുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ പാപത്തിലൊക്കെ വീണ് പോയെങ്കിലും ദൈവത്തിൻ്റെ വാത്സല്യനിധിയായിരുന്നു. ദൈവത്തെ സദാ പുകഴ്ത്തുന്നവനായിരുന്നു. ദൈവത്തെ പാടി സ്തുതിക്കുന്നവനായിരുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് ഭൂമിയിലെ ഏറ്റവും വലിയ ദേവാലയം കെട്ടിപ്പടുക്കുവാൻ തക്കവണ്ണം വേണ്ടതെല്ലാം സ്വീകരിച്ച്, വേണ്ടതെല്ലാം സ്വരൂപിച്ച്, ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് ദൈവം നൽകിയ ആ ദൈവാലയത്തിൻ്റെ പ്ലാൻ കയ്യിൽ വാങ്ങിയവനാണ് ദാവീദ്. അങ്ങനെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹമേറിയ വിശ്വസ്തനേറിയ ഒരു ദാസനായിരുന്നു ദാവീദ്. അങ്ങനെ ദൈവവുമായുള്ള അഭേദ്യ ബന്ധത്തിൽ മുൻപോട്ട് പോകുന്ന ഈ മനുഷ്യനാണ് നിലവിളിക്കുന്നത്, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ, എൻ്റെ മകനെ, നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം എന്താണ്? ദൈവത്തോട് ഇത്രമാത്രം ബന്ധമുണ്ടായിരുന്നൊരു വ്യക്തി, ദൈവത്തിനു വേണ്ടി സദാ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തെ സദാ സ്തുതിക്കുന്ന ഒരു വ്യക്തി, ദൈവിക ചിന്തയിൽ സദാ മുഴുകിയിരുന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഇപ്രകാരം നിലവിളിക്കുന്നു? അവനിതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവൻ്റെ മക്കളെ ദൈവത്തിൻ്റെ വഴിയിൽ വളർത്തുവാൻ അവന് കഴിഞ്ഞില്ല. അബ്ശാലോമിനെ അവൻ ഒരുപാട് സ്നേഹിച്ചു. അവൻ്റെ പാപത്തെ നിയന്ത്രിക്കുവാനോ ശിക്ഷിക്കുവാനോ ശാസിക്കുവാനോ ദാവീദിന് കഴിഞ്ഞില്ല. അവൻ്റെ മകനെ അബ്നോനെ അവൻ അടിച്ചു വന്നപ്പോൾ ദാവീദ് അബ്ശാലോമിനെ ശിക്ഷിച്ചില്ല. അപ്പോൾ ദാവീദ് അബ്ശാലോമിന് സ്നേഹമാണ് നൽകിയത്. ശാസനയും ശിക്ഷണവും അവന് നൽകുവാൻ കഴിഞ്ഞില്ല. തൻ്റെ അമിത വാത്സല്യം കൊണ്ട് അവൻ്റെ പാപത്തിന് ദാവീദ് മറവിടമായിരുന്നു. അങ്ങനെ ദാവീദിന് ആ മകൻ്റെ സർവ്വഭാരവും പേറേണ്ടി വന്നു. തനിക്കെതിരായിട്ട് രാജ്യം പിടിച്ചടക്കി രാജധാനി തന്നെ ഇറക്കി വിട്ടു. ദാവീദ് കൊട്ടാരം വിട്ട് അവന് പലായനം ചെയ്യേണ്ടി വന്നു. അവൻ പടയാളികളെയും പ്രജകളെയും എല്ലാം കൂട്ടിച്ചേർത്ത് അവൻ രാജാവായിട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് യുദ്ധമുണ്ടായപ്പോൾ അപ്പോഴും ദാവീദ് തൻ്റെ സേനാനായകനായ യോവാബിനോട് പറയുകയാണ്, അബ്ശാലോമിൻ്റെ മേൽ കൈവയ്ക്കരുത്. പക്ഷേ അബ്ശാലോം ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. യോവാബ് അതിന് നേതൃത്വം നൽകുകയും ചെയ്തു. അങ്ങനെ തൻ്റെ രാജ്യം പിടിച്ചടക്കിയ, തൻ്റെ കിരീടം തെറിപ്പിച്ച, തൻ്റെ ചെങ്കോൽ പിടിച്ചെടുക്കുവാൻ ശ്രമിച്ച ആ ഓമനപുത്രനെ കുറിച്ചാണ് ഇവിടെ ദാവീദ് വിലപിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന് വേണ്ടി എല്ലാം പ്രവർത്തിക്കുന്നു, അനേകമായ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി കരുതുന്നു, എല്ലാം ശരി തന്നെ. പക്ഷേ ദൈവം നമുക്ക് ദാനമായി തന്ന മക്കളെ ദൈവഭയത്തിലും ഭക്തിയിലും വളർത്തുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിൽ നാം പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി പത്രം ദുഃഖമാണ്. ദൈവകൃപയിൽ ജീവിക്കുകയും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ദൈവത്തിൻ്റെ ശുശ്രൂഷയും ചെയ്തിരുന്ന അനേകരുടെ മക്കളുടെ നമുക്കറിയാം. See, David loved God. David did great many things for God. He was beloved of the Lord. And we find David struggled so much to gather materials to build the temple of God. God had given him the plan of the temple of God with his own hands. He gave David. So we find that he was attached so much to God. But he failed deliberately in bringing up his children in the fear of the Lord. That was his mistake. And what we find is that in such a situation, God never bothered to save his son. We find Absalom had killed Amnon, David's son, another stepbrother of Absalom. He killed him. But David could not punish him. He loved him so much. And that was a failure for David. Absalom came, he captured the throne,
David was driven out and he ran away into the wilderness crying out. The army was with Absalom. The people, most of them were with Absalom. So David had no throne, no kingdom. He just ran away into the Judean desert. And we find Absalom declaring himself as a king. And in the war that followed, we find he was treacherously killed. Absalom was killed. And he was killed by Joab and his men. Though David had told Joab, his general, not to do anything with Absalom, because in that moment also he loved his son, though he captured the throne. And what Absalom told his troops were to kill David wherever they see him. But David never said that. David told Joab to save his life. However, Joab kills him. You see? We have to understand that in such a situation, God did not want to save Joab. Why? Because he was in sin. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വളരെ പ്രത്യേകമായ രീതിയിലാണ് അബ്ശാലോം കൊല്ലപ്പെടുന്നത്. അവൻ്റെ തലമുടി വളരെ നീളമുള്ള തലമുടിയാണ്, അവൻ്റേത് വളരെ സൗന്ദര്യവാനായിരുന്നു. ആ തലമുടി കരുവേലകത്തിൽ കുരുങ്ങി അവൻ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോഴാണ് യോബാവ് വന്ന് അവനെ അടിച്ചു കൊല്ലുന്നത്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ദൈവത്തിന് വേണമെങ്കിൽ അബ്ശാലോമിനെ രക്ഷിക്കുവാൻ തീർച്ചയായിട്ടും കഴിയും. തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ്റെ, തൻ്റെ ഭക്തൻ്റെ, തനിക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്ന തൻ്റെ പ്രിയനായ ദാവീദിൻ്റെ മകനാണ്. എന്നാൽ അവിടെ ദൈവം മൗനമായിരിക്കുന്നതാണ് നാം കാണുന്നത്. എനിക്കും നിങ്ങൾക്കും ദൈവം മക്കളെ നൽകുമ്പോൾ ആ മക്കളെ ദൈവകൃപയിലും ദൈവഭയത്തിലും നമുക്ക് വളർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവത്തിന് ആ മക്കളുടെ മേൽ കരുണ ഉണ്ടാവുകയില്ല. മാതാപിതാക്കന്മാരെന്നുള്ള നിലയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നാം പൂർണ്ണമാക്കുന്നില്ലെങ്കിൽ, നാം ദൈവത്തെ സേവിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാം മുൻപോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മക്കൾ കാണിക്കുന്ന വഷളത്തരത്തിന് നാം മൗനം അവലംബിക്കുകയാണെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഒരിക്കലും ദൈവം കൂട്ടുനിൽക്കുകയില്ല. ദൈവം അവിടെ മൗനമായിരിക്കുകയാണ്. ഇതാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പുരോഹിതനായ ഏലിയുടെ 2 മക്കളുണ്ടായിരുന്നു. അവർ ദുർനടപ്പുകാരായിരുന്നു, പാപത്തിൽ ജീവിക്കുന്നവരായിരുന്നു. ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ 2 പേരും കൊല്ലപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഏലി പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുകയാണ് ഈ മക്കളുടെ വാർത്ത കേട്ട്, മരണവാർത്ത കേട്ട്. മുന്നമേ ശമൂവേലിനോട് ദൈവം അരുളി ചെയ്യുമ്പോൾ ആ അരുളപ്പാട് ഏലി മനസ്സിലാക്കിയതാണ്. പക്ഷെ അവന് തിരുത്തുവാൻ കഴിഞ്ഞില്ല. ശമൂവേൽ പ്രവാചകൻ്റെ 2 മക്കളും ദൈവ സ്വഭാവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതുകൊണ്ട് ന്യായാധിപൻ്റെ സ്ഥാനം തന്നെ മാറ്റപ്പെട്ടു. ശമൂവേൽ അവസാനത്തെ ന്യായാധിപനായിട്ട് തീരുകയാണ്. പുതിയ രാജാവിൻ്റെ അഭിഷേകം ചെയ്യുവാൻ ജനങ്ങൾ അപേക്ഷിക്കുവാൻ കാരണം ശമൂവേലിൻ്റെ മക്കളായിരുന്നു. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൽ നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മക്കളെ സൂക്ഷിക്കുന്നത്, നമ്മുടെ മക്കളെ എല്ലാ വഴികളിലും നടത്തുന്നത് അവർക്ക് ദൈവത്തോടുള്ള ഭക്തി കൊണ്ടാണ്. ആ ഭക്തി അവരിൽ സംജാതമാക്കേണ്ടത് മാതാപിതാക്കന്മാരാണ്. ആധുനിക തലമുറയിൽ അപ്രകാരമുള്ള ദൈവത്തോടുള്ള ബഹുമാനമോ ഭക്തിയോ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. കാരണം നമ്മുടെ മക്കളെ നമ്മൾ അഭ്യസിപ്പിക്കുന്നതും വളർത്തുന്നതും ഒക്കെയും ലോകത്തിൻ്റേതായിട്ടുള്ള സ്ഥാനമാനങ്ങൾക്കും ലോകത്തിൻ്റേതായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടല്ല അവരെ വളർത്തുന്നത്. എന്നാൽ ആവർത്തന പുസ്തകത്തിൽ ദൈവം എന്താണ് കൽപ്പിക്കുന്നത്? ഈ കൽപ്പന നിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം ദൈവം പറയുകയാണ്. സോ വി ഫൈൻഡ് that God is not going to rescue the children if they are not with God. Just because the parents are very faithful to God,
they are beloved of the Lord. It doesn't mean that God is going to save their children who are in sin, who are in darkness. And Absalom is the best testimony for this. God loved David so much. But at the same time, he refused to save Absalom. When he knew that Absalom is going to die if he gets in this manner, definitely God could have avoided that situation. But he didn't. Because he was away from God. He was living in sin. God didn't save him. This must be a lesson to everybody who fears God. God did not save the children of priest Eli. So priest Eli was there, and we find that God did not save the children of the priest Eli. God had no compassion on the children of Samuel. We find they were not made judges. The post of judges ended with Samuel. So, when we look at situations, we find that God will not be responsible for the fate of our children who are away from God. And children go away from God because of the lack of training from their parents, lack of teaching from their parents. Every parent today wants to educate his child in the best possible way, training them in so many ways so that they can succeed in this world. Recently, a father was telling me, I have sent him to the best school in South India. And every month, I need to pay about 1.7 lakhs of rupees for this boy who is just in 8th standard. I said, why this much of money? Oh, this is a wonderful school. They teach horse riding, they teach shooting and whatnot. So, this child is trained up in that way, spending about 2 lakhs a month for his education. The father wants to be something in society, something in the world, educating him in that way. And we find that nothing about God is in that syllabus. No. Everything is tailor-made so that this boy can be a great success in the world. There is no God or the teaching of God with that boy. And then later on, we find in such situations, God has no responsibility about our children. God has laid down certain rules which we should follow. In Deuteronomy chapter 6 verse 6, we can find that God tells his people, you have to follow certain rules which I am going to tell you, put them in your heart. ഈ കൽപ്പനകൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. എന്താണ് ഈ കൽപ്പനകൾ? നീ വീട്ടിലിരിക്കുമ്പോഴും, നീ നടക്കുമ്പോഴും, നീ കിടക്കുമ്പോഴും, എഴുന്നേറ്റിരിക്കുമ്പോഴും അവയെക്കുറിച്ച് നീ സംസാരിക്കണം. നിൻ്റെ മക്കളോട് നീ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. എപ്പോഴൊക്കെയാണ്? എൻ്റെ കൽപ്പനകളെക്കുറിച്ച് ഞാൻ നിനക്ക് നൽകുന്നതായിട്ടുള്ള കൽപ്പനകൾ നിൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നീ വീട്ടിലിരിക്കുമ്പോഴും, നീ നടക്കുമ്പോഴും, അതെ നീ ഇരിക്കുമ്പോഴും, നീ കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും നീ അവയെ നിൻ്റെ മക്കളോട് പറയണം. അതവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. എന്ന് പറയുമ്പോൾ നിൻ്റെ ഭവനം മുഴുവൻ ദൈവത്തിൻ്റെ ഉപദേശങ്ങളാൽ നിറഞ്ഞിരിക്കണം. അവിടെ മറ്റൊന്നിനും സ്ഥാനമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അതെ നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും, അതെ വഴിയിൽ കൂടി നടക്കുമ്പോഴും, നീ കിടക്കുമ്പോഴും, എഴുന്നേൽക്കുമ്പോഴും നിൻ്റെ മക്കൾക്കത് ഉപദേശിച്ചു കൊടുക്കണം. എന്ന് പറയുമ്പോൾ നിൻ്റെ ഭവനം മുഴുവനായും ദൈവത്തിൻ്റെ കൽപ്പനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിൻ്റെ മക്കളുടെ എല്ലാവിധമായ സമയങ്ങളും ഇത് ശ്രദ്ധിച്ചുകൊണ്ടാണ് അവർ വളരേണ്ടത്. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഇവയെക്കുറിച്ചുള്ള ബോധം വരുത്തുവാൻ തക്കതിനുവണ്ണം ഈ മാതാപിതാക്കന്മാർക്ക് കഴിയണം. അതാണ് ദൈവം പറയുന്നത്.
ഹൃദയത്തിൽ നീ അത് സംഗ്രഹിച്ച് സദാ അവരോട് പറയണം. നമുക്കറിയാം, അതെ, അവർ കിടക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും നടക്കുമ്പോഴായാലും ഒക്കെ പറയുവാൻ കഴിയണമെങ്കിൽ അവിടെ ആ ഭവനത്തിൽ സദാ ദൈവമയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നാം അവരെ അഭ്യസിപ്പിക്കുമ്പോഴാണ് ലോകത്തിൻ്റേതായിട്ടുള്ള മോഹങ്ങളിലേക്കും ലോകത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്കും അവർ വഴുതി പോകാൻ ഇടയാകാതെ വരുന്നത്. അവർക്ക് മറ്റ് തത്വശാസ്ത്രങ്ങളെ പുലുവാനുള്ള മനസ്സുണ്ടാവുകയില്ല. ദൈവത്തെക്കുറിച്ച് പറയുവാനും ദൈവത്തെക്കുറിച്ച് പഠിക്കുവാനും മാത്രമല്ല, ദൈവത്തെ അനുഭവമാക്കുവാനുള്ള അതിമഹത്തായ ആ വലിയ പരിശീലനം ആരംഭിക്കേണ്ടത് സ്വന്തം ഭവനത്തിൽ നിന്നാണ്. സ്വന്തം ഭവനത്തിൽ സ്വന്തം മാതാപിതാക്കന്മാരിൽ നിന്നാണ്. എന്നാൽ മാതാപിതാക്കന്മാർക്ക് അപ്രകാരം പ്രവർത്തിക്കുവാൻ കഴിയാതെ വരുമ്പോൾ അവർ തങ്ങളുടെ മക്കളെ നശിപ്പിക്കുകയാണ്. ഇതാണ് ദാവീദിന് പറ്റിയത്, ഇതാണ് ഏലിക്ക് പറ്റിയത്, ഇതാണ് ശമൂവേൽ പ്രവാചകന് പറ്റിയത്. എൻ്റെയും നിങ്ങളുടെയും മുമ്പിലിരിക്കുന്ന അനേക സഹോദരങ്ങൾക്ക് പറ്റുന്നത് ഇങ്ങനെയാണ്. അതായത് ദൈവത്തെക്കുറിച്ച് പറയുവാനോ പഠിപ്പിക്കുവാനോ ഒന്നും അവർക്ക് കഴിവില്ല. അവരുടെ മക്കളെ ചെറുപ്പത്തിൽ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത്. പുതിയ സംസ്കാരത്തിൻ്റെയും പുതിയ പരിഷ്കാരത്തിൻ്റെയും ഒക്കെ വേലിയേറ്റങ്ങൾ വരുമ്പോൾ അതിനുത്സുകരായിട്ട് അതിൽ വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ കാണുവാൻ തക്കവണ്ണം മാതാപിതാക്കന്മാരുടെ കഴിയുകയില്ല. എന്നെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇത് പാഠമാണ്. നമുക്ക് ദൈവം തരുന്ന ദാനങ്ങളാണ് നമ്മുടെ മക്കൾ. എന്നാൽ അവരെ ദൈവകൃപയിൽ വളർത്തുവാൻ, ദൈവമുള്ളവരായി വളർത്തുവാൻ കഴിയണമെങ്കിൽ ദൈവികമായിട്ടുള്ള മൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. അവർ പ്രാർത്ഥിക്കുന്നവരായി വളരണം. അവർ സൺഡേ സ്കൂളിൽ പോകാൻ മുഖാന്തരം ഒരുക്കണം. ദൈവ വിഷയത്തിൽ സമ്പന്നരാകുവാൻ തക്കോണം നീ അവർക്ക് പ്രോത്സാഹനം നൽകണം. അതേ 3 വർഷം അപ്പുറം നടക്കാൻ പോകുന്ന എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അപ്രകാരം ഉന്നതമായ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കുവാൻ തക്കതിനൊന്നും തയ്യാറാക്കുന്ന സ്കൂളുകളിലേക്കോ മാത്രം നിൻ്റെ ശ്രദ്ധ പോകരുത്. നിൻ്റെ ശ്രദ്ധ അവർ ദൈവകൃപയിൽ വളരുവാൻ, ദൈവാശ്രയത്തിൽ വളരുവാൻ, ദൈവമഹത്വത്തിനായിട്ട് വളരുവാൻ തക്കോണമുള്ള മുഖാന്തരമായിട്ട് തീരണം. We have to see that our children are growing in the fear of God, and that's what God advises. You see, when you are in the house, you have to advise these things. When you sit at, when you stand in between in the congregation, all right, you have to do this. You have to advise. When you walk, when you talk, when you lie down, and when you wake up, all these processes of life, you have to advise them. Teach them about the statutes of God. Talk to them about God. Bring them up in the love of God. That's what is expected of you. Now, when children come home, we cannot tell them about God because there's so much of homework, so many other activities, and you plan things which will draw away from God, which will draw them away from God. That's the important fact. So, let us thank God for our children, but let us also pray that we bring them up in the way that the Lord wants. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യാം. എന്നാൽ ദൈവത്തിൻ്റെ ഭയത്തിലും ഭക്തിയിലും വളർത്തുവാൻ നമ്മെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളോട് ആശ്രയിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, അനേക ദാനമായി തന്ന കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. എന്നാൽ അവിടുത്തെ ഭക്തിയിലും ഭയത്തിലും അവരെ വളർത്തുവാൻ കൃപയാൽ ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവിടുത്തെ നാമത്തിലുള്ള മഹത്വപ്പെടാൻ ഇടയാക്കണമേ. സർവ്വത്തിലും സകലത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ മഹോന്നതരായി തീരുവാൻ തക്കവണ്ണം അവരെ വളർത്തുവാൻ ഈ വരം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കണമെന്ന് യേശുവിശ്വമേ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.